കന്യാസ്ത്രീയെ പീഡിപ്പിച്ച ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കന്യാസ്ത്രീകൾ നടത്തുന്ന സമരത്തിന് പിന്തുണയേറുന്നു. സമരത്തെ അനുകൂലിച്ച് വൈദികരുൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ സമരവേദിയിലെത്തി. സ്ത്രീ സുരക്ഷ വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്ന സർക്കാരിന്റെ കാലത്താണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് ജസ്റ്റിസ് കമാൽ പാഷ കുറ്റപ്പെടുത്തി. അന്വേഷണം അതിന്റെ അന്ത്യഘട്ടത്തിലാണെന്ന് നാണമില്ലേ ഇങ്ങനൊരു പ്രസ്താവന പറയാൻ കേരളം ഭരിക്കുന്ന DGPക്ക്? ആദ്യം പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ട് അയാളെ പൊട്ടൻസി ടെസ്റ്റിന് വിധേയരാക്കണം. അതാണ് ഒരു കേസിൽ ചെയ്യേണ്ട കാര്യം. ബലാത്സംഗ കേസുകളിൽ പ്രത്യേകിച്ചും അന്വേഷണം കൃത്യമായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. ഇത് ഇന്ന് ഭരണത്തിലിരിക്കുന്ന ഒരാളെ സഹോദരിയാണെന്നിരിക്കട്ടെ, അയാളുടെ മകളാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹോദരിയോ മകളോ ഭാര്യയ്ക്കോ ആണ് ഇത് സംഭവിച്ചെന്നിരിക്കട്ടെ, ഇതെന്താ സംഭവിക്കുന്നത് നമുക്കറിയാമല്ലോ. തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരാണ് കന്യാസ്ത്രീകളുടെ സമരത്തെ വിമർശിക്കുന്നതെന്നും കമാൽ പാഷ പറഞ്ഞു. ആരെങ്കിലും യുവമാര് പറയുന്നത് കേട്ട് വോട്ട് ചെയ്യൂ. തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് മറ്റേ പണി കാണിക്കുന്നവർ ഒരു കുഴപ്പമില്ല. ഒരേ കേസിൽ സംസ്ഥാനത്ത് പലർക്കും പല നീതിയാണെന്ന് സമരത്തിൽ പങ്കെടുത്ത PT തോമസ് MLA പറഞ്ഞു. വിൻസെന്റിനെ 1 മാസത്തിലേറെ തിരുവനന്തപുരത്ത് ജയിലിൽ അടയ്ക്കുകയുണ്ടായി. അതിൽ നിന്ന് വ്യത്യസ്തമായ എന്ത് നിയമപരിരക്ഷയാണ് ഈ ബിഷപ്പിന് അവകാശപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം ഗവൺമെന്റ്, പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി, പോലീസ് വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ്. അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ബിഷപ്പ് ഫ്രാങ്കോയുടെ നേതൃത്വത്തിൽ നടക്കുകയാണെന്നും സമരത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പീഡനത്തിനിരയായ കന്യാസ്ത്രീയുടെ സഹോദരി പറഞ്ഞു. ആ ഉദ്യോഗസ്ഥർക്ക് ആ കേസ് ബിഷപ്പിനെ ചോദ്യം ചെയ്യാനുള്ള അനുമതി കൊടുത്താൽ മതി. വരും ദിവസങ്ങളിലും സമരം തുടരുമെന്ന് ജോയിന്റ് ക്രിസ്ത്യൻ കൌൺസിൽ വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. ബിഷപ്പിന്റെ അറസ്റ്റ് വൈകുന്നത് നീതിന്യായ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കുമെന്ന് VS അച്യുതാനന്ദൻ. തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന കന്യാസ്ത്രീകൾ കാണിക്കുന്നത് അസാമാന്യ ധീരതയാണെന്ന് CPM PB അംഗം വൃന്ദ കാരാട്ടും പറഞ്ഞു. പീഡനത്തിനിരയായ കന്യാസ്ത്രീയെ നിരന്തരമായി ചോദ്യം ചെയ്യുമ്പോൾ കുറ്റാരോപിതൻ അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും സുരക്ഷിതത്വത്തിൽ കഴിയുന്നത് ജനങ്ങൾക്ക് മോശം സന്ദേശം നൽകുമെന്ന് VS അഭിപ്രായപ്പെട്ടു. കന്യാസ്ത്രീയുടെ പരാതിയിൽ നീതി ഉറപ്പാക്കണമെന്ന് വൃന്ദ കാരാട്ട്. Justice has to be done. It has to be on the basis of a strong investigation. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. നമുക്ക് നമ്മുടെ ഭരണ സംവിധാനത്തിൽ വിശ്വാസം അർപ്പിക്കുക. സഭയ്ക്കെതിരെയല്ല പോലീസിനെതിരെയാണ് സമരം ചെയ്യേണ്ടതെന്നായിരുന്നു MM ഹസന്റെ നിലപാട്. യഥാർത്ഥത്തിൽ സഭയ്ക്കെതിരായിട്ടല്ലല്ലോ സമരം ചെയ്യേണ്ടത്, പോലീസിനെതിരായിട്ടല്ലേ. പോലീസല്ലേ നടപടിയെടുക്കാത്തത്. സംഭവത്തിൽ ഇടപെടാൻ വൈകിയതിൽ ഖേദമുണ്ടെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ലതിക സുഭാഷും വ്യക്തമാക്കി. മഹിളാ കോൺഗ്രസ് 11-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ ധർണ നടത്തുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ജലന്ധർ ബിഷപ്പിനെതിരായ പീഡനക്കേസിൽ നിലവിലെ പോലീസ് അന്വേഷണം തൃപ്തികരമെന്ന് പീഡനത്തിനിരയായ കന്യാസ്ത്രീയുടെ സഹോദരി ന്യൂസ് 18നോട്. കേസ് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്നത് അട്ടിമറിക്കാനും നിലവിലെ തെളിവുകൾ നശിപ്പിക്കാനുമാണ്. കേസ് കൈമാറാനുള്ള നീക്കം ഉന്നത തലങ്ങളിൽ നിന്നുള്ളതാണ്. അതേസമയം ബിഷപ്പിനെതിരായുള്ള ലൈംഗിക പീഡനക്കേസിൽ അന്വേഷണ സംഘത്തിന്റെ അവലോകന യോഗം തുടരുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ വൈക്കം ഡിവൈഎസ്പിയുടെ ജോലി തിരക്ക് ചൂണ്ടിക്കാട്ടിയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിടാൻ പോലീസ് നീക്കം നടന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് നൽകാൻ പോലീസ് നേതൃത്വം ഡിവൈഎസ്പിയോട് ആവശ്യപ്പെട്ടു. ഇത് അട്ടിമറിയാണെന്നാരോപിച്ച് കന്യാസ്ത്രീകൾ രംഗത്തെത്തി. DGPയും IGയുമാണ് ഇതിന് പിന്നിൽ. ഈ കേസ് നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രമം, അതായത് DGPയുടെയും IGയുടെയും ശ്രമം. ഈ ഫ്രാങ്കോയെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ശ്രമം. നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ തുടരണമെന്നാവശ്യപ്പെട്ട് കന്യാസ്ത്രീകൾ നാളെ ഹൈക്കോടതിയെ സമീപിക്കും. ഞങ്ങൾക്ക് ഈ ഡിവൈഎസ്പി പറയുന്ന കാര്യങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അവർ നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം കേസ് ക്രൈംബ്രാഞ്ചിന് വിടാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് DGP ലോക്നാഥ് ബെഹ്റ പ്രതികരിച്ചു. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലേക്ക് എങ്ങനെയൊന്നും ഇല്ല. So madam, I cannot tell you that whether the investigation is in right line or not, but IG is satisfied. മേൽനോട്ടുദ്യോഗസ്ഥനായ IG വിജയ് സാഖറെയുടെ നേതൃത്വത്തിൽ നാളെ കൊച്ചിയിൽ യോഗം ചേർന്നേക്കും. പോലീസ് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കോടതിയിൽ നടക്കുന്ന നടപടികളാകും ഇനി നിർണായകം. കുറവലങ്ങാട് നിന്നും G ശ്രീജിത്ത്, ന്യൂസ് 18. PC ജോർജിനെതിരെ പോലീസ് കേസെടുത്തേക്കും. ദൃശ്യങ്ങൾ പരിശോധിക്കാൻ DGP നിർദ്ദേശം നൽകി. കന്യാസ്ത്രീകൾക്കെതിരെ മോശം പരാമർശം നടത്തിയതിന് PC ജോർജിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ വ്യക്തമാക്കി. PC ജോർജിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് കന്യാസ്ത്രീയുടെ ബന്ധുക്കളും അറിയിച്ചു. ഹൈക്കോടതിക്ക് മുന്നിലെ സമരപ്പന്തലിന് മുന്നിൽ PC ജോർജിന്റെ കോലം കത്തിച്ചു. കന്യാസ്ത്രീയെ അധിക്ഷേപിച്ച PC ജോർജ് MLAക്കെതിരെ കേസെടുക്കുന്ന കാര്യം പോലീസ് പരിശോധിക്കുകയാണ്.
വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ഡിജിപി നിർദ്ദേശം നൽകി. ബിഷപ്പിനെതിരായ പരാതി അന്വേഷിക്കുന്ന സംഘത്തിനാണ് ഡിജിപി നിർദ്ദേശം നൽകിയത്. പീഡനത്തിനിരയായ കന്യാസ്ത്രീയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തിയ PC ജോർജ് MLAക്കെതിരെ ദേശീയ വനിതാ കമ്മീഷനും രംഗത്തുവന്നു. ജോർജിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അധ്യക്ഷ രേഖ ശർമ്മ. Ashamed of such kind of lawmakers, NCW has taken this matter already. We will be writing again to DGP and maybe we'll call him also. PC ജോർജിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ബന്ധുക്കൾ ആവർത്തിച്ചു. PC ജോർജ് പറഞ്ഞത് ഒരിക്കലും ശരിയായില്ല എന്നാണ് ഞങ്ങൾ കുടുംബാംഗങ്ങൾ തീരുമാനിച്ചത്. അതിന് വേണ്ടി ഞങ്ങൾ അടുത്ത് തന്നെ ഒരു നിയമ നടപടികൾ നോക്കുന്നുണ്ട്. ഹൈക്കോടതിക്ക് മുന്നിൽ കന്യാസ്ത്രീകളുടെ ഉപവാസ സമരവേദിക്ക് സമീപം സമരാനുകൂലികൾ PC ജോർജിന്റെ കോലം കത്തിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പത്തനാപുരം മൗണ്ട് താബോർ ദയറ കോൺവെന്റിൽ കന്യാസ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തി. 40 വർഷമായി കോൺവെന്റിലെ അന്തേവാസിയായിരുന്ന സിസ്റ്റർ സൂസമ്മയുടെ മൃതദേഹം സമീപത്തെ കിണറ്റിലാണ് കണ്ടത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കന്യാസ്ത്രീ സൂസമ്മ CE താമസിച്ചിരുന്ന കോൺവെന്റാണിത്. പത്തനാപുരം മൗണ്ട് താബോർ ദിയറ കോൺവെന്റ്. കഴിഞ്ഞ 40 വർഷമായി ഇവിടുത്തെ അന്തേവാസിയായിരുന്നു സിസ്റ്റർ സൂസമ്മ. കോൺവെന്റിന് പുറകുവശമാണിത്. ആത്മഹത്യാ ശ്രമത്തിന് ശേഷം സിസ്റ്റർ സൂസമ്മ ഇതുവഴിയാണ് കിണറ്റിന് സമീപത്തേക്ക് പോയതെന്നാണ് പോലീസിന്റെ നിഗമനം. കിണറ്റിന് സമീപത്തുള്ള ഒരു കെട്ടിടമാണിത്. ഇവിടെ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ചോരപ്പാടുകൾ കാണാം. ഇത് ഫോറൻസിക് വിദഗ്ധർ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. കന്യാസ്ത്രീയായ സൂസമ്മ CEയുടെ മൃതദേഹം കണ്ടെത്തിയ കിണറാണിത്. ഈ കിണറിൽ നിന്നും രാവിലെ 10 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ കിണറിന്റെ കൈവരികളിലും ഒപ്പം തൂണിലുമെല്ലാം രക്തകറയുടെ പാടുകൾ കാണാം. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കന്യാസ്ത്രീയുടെ മൃതദേഹം ഈ കിണറ്റിൽ നിന്നും പുറത്തേക്കെടുക്കുന്നത്. ഇവിടെ വെച്ചാണ് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചത്. ഇതിനു പിന്നാലെ പോലീസിന്റെ ഡോഗ് സ്ക്വാഡ് എത്തി ഈ കന്യാസ്ത്രീ താമസിച്ചിരുന്ന മുറിയിലും കടന്നുവന്ന വഴിയിലും ഈ കിണറ്റിന് സമീപത്തുമെല്ലാം ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തുകയും ചെയ്തു. ആത്മഹത്യയെന്ന് കരുതാവുന്ന സാഹചര്യ തെളിവുകളാണ് കണ്ടെത്തിയത് എന്നാണ് കൊല്ലം റൂറൽ SP B അശോക് മാധ്യമങ്ങളോട് പറഞ്ഞത്. സെൽഫ് ഇൻഫ്ലിക്റ്റായിട്ട് 2 ഇഞ്ചുറി അവരുടെ ഇടത്ത് കൈയിൽ വലത്തിലായിട്ട് കാണപ്പെട്ടു. അതിൽ ഇടത്ത് കൈയിൽ സ്വന്തമായിട്ട് വരത്തക്ക രീതിയിലുള്ള ഇഞ്ചുറിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് നീളം വരും, ഒരു 1 സെൻറ്റിമീറ്റർ ഡെപ്തും വരും. അതിൻ്റെ അതേ കണക്കിൻ്റെ പുറം കൈയിലും ഉണ്ട് അതേ കണക്കിൻ്റെ ചെറിയൊരു ഇഞ്ചുറി. അതേ ഇടത്ത് കൈ വെച്ചുകൊണ്ട് വലത്തെ കൈയിലും ഒരു ഇഞ്ചുറി വന്നിട്ടുണ്ട്. അതും സെൽഫായിട്ട് വരത്തക്ക രീതിയിൽ ആ ഇഞ്ചുറിൻ്റെ കിടപ്പ് കണ്ട് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ ഇനിയിപ്പോൾ അത് സാധാരണഗതിയിൽ അതിൻ്റെ ഫലമായിട്ടായിരിക്കും ബ്ലീഡിംഗ് ഉണ്ടായെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു. അന്വേഷണത്തിൽ പ്രാഥമിക നിഗമനത്തിൽ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് പത്തനാപുരം പോലീസ് കേസെടുത്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷമായിരിക്കും പോലീസിന്റെ കൂടുതൽ അന്വേഷണം. അതുവരെയും സിസ്റ്റർ സൂസമ്മയുടെ മരണത്തിലുള്ള ദുരൂഹത തുടരും. പത്തനാപുരത്ത് നിന്നും ക്യാമറാമാൻ ഷിജു ചവറയ്ക്കൊപ്പം ശ്യാം ദേവരാജ്, ന്യൂസ് 18. പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിലെ അധ്യാപിക കൂടിയായിരുന്നു 55-കാരിയായ സിസ്റ്റർ CE സൂസമ്മ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ ലഭിച്ച ശേഷം പോലീസ് കൂടുതൽ അന്വേഷണം നടത്തും. കന്യാസ്ത്രീയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. പുനലൂർ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ പത്തനാപുരം CAയാണ് കന്യാസ്ത്രീയുടെ മരണം അന്വേഷിക്കുന്നത്. കേസിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്ന് പത്തനാപുരം MLA KB ഗണേഷ് കുമാർ പറഞ്ഞു. തീർച്ചയായിട്ടും അന്വേഷണം വളരെ കൃത്യമായി നടക്കും. ഞാൻ ജില്ലാ കളക്ടറോട് RDOയുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടത്തണം. ബോഡി തിരുവനന്തപുരത്ത് കൊണ്ടുപോയി പോലീസ് സർജനെ കൊണ്ട് തന്നെ സർജറി ചെയ്യിക്കണം. പഴുതടച്ചുള്ള അന്വേഷണം 100%, 101% നിങ്ങൾക്ക് ഞാൻ ഉറപ്പു. കൊല്ലം റൂറൽ SP, കൊല്ലം RDO എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ. ഫോറൻസിക്, വിരലടയാള വിദഗ്ധൻ, ഡോഗ് സ്ക്വാഡ് എന്നിവർ സ്ഥലത്തു നിന്നും തെളിവുകൾ ശേഖരിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 40 വർഷമായി പത്തനാപുരം മൗണ്ട് താബോർ ദയറ കോൺവെന്റിലാണ് കന്യാസ്ത്രീയായ CE സൂസമ്മ താമസിച്ചിരുന്നത്. പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിലെ അധ്യാപിക കൂടിയായിരുന്നു ഇവർ. കഴിഞ്ഞ ദിവസങ്ങളിൽ തൈറോയിഡ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് സിസ്റ്റർ സൂസമ്മ ചികിത്സ തേടി. ഇതേ തുടർന്ന് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നുവെന്നും സഹോദരി ലാലി പറഞ്ഞു. ഒരു മറ്റു മരണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും രാത്രി 9:30 ഞങ്ങളുടെ ചേച്ചി വിളിച്ചു. ന്യൂസ് 18 കൊല്ലം. നാളത്തെ ഹർത്താലിനെ ചൊല്ലി കോൺഗ്രസിലും UDFലും തമ്മിലടി. ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ വ്യക്തമാക്കി. ഇതിന്റെ പേരിൽ സംഘടനാ നടപടിയുണ്ടായാൽ നേരിടാൻ തയ്യാറാണെന്നും സതീശൻ ന്യൂസ് 18നോട് പറഞ്ഞു. പ്രളയം നേരിട്ട കേരളത്തെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കണമായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ MK മുനീറും പറഞ്ഞു. നാളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്ന ഹർത്താലിനെതിരെ ഒറ്റയാൾ പോരാട്ടമാണ് VD സതീശൻ നയിക്കുന്നത്. ഇന്ധന വിലവർദ്ധനവിനെ എതിർക്കണമെങ്കിലും ഹർത്താലും ബന്ധുമല്ല മാർഗം. ആളുകൾ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടിട്ട്
രണ്ടാമത് അതെല്ലാം പതിയെ ശരിയാക്കി വരികയാണ്. പതിയെ കടകളെല്ലാം തുറന്നു തുടങ്ങുന്നതല്ലേ. ഇപ്പോൾ വീണ്ടും കടകളൊക്കെ അടപ്പിച്ചുള്ള ഹർത്താൽ ഒട്ടും പ്രായോഗികമല്ല. സതീശന്റെ നിലപാടിനോട് വിയോജിച്ച് മറ്റു നേതാക്കൾ പ്രതികരിച്ചു. ഹർത്താലിന് പൂർണ്ണ പിന്തുണയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സതീശന്റേത് വ്യക്തിപരമായ നിലപാടെന്ന് VT ബൽറാം MLA-യും. ഹർത്താലിനുള്ള തീരുമാനം ഇവിടെ ഒറ്റക്കെട്ടിട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് എടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ദേശീയ തലത്തിലെടുത്ത തീരുമാനമാണ്. ആ സമര മുദ്രാവാക്യത്തോട് മുഴുവൻ ആളുകളും ഐക്യപ്പെട്ടു നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. മുസ്ലിം ലീഗിലും ഹർത്താലിനോട് ഏകാഭിപ്രായമില്ല. പൂർണ്ണ പിന്തുണയെന്ന് ജനറൽ സെക്രട്ടറി KPA മജീദ് വ്യക്തമാക്കിയപ്പോൾ ഹർത്താലിൽ കേരളത്തെ ഒഴിവാക്കാമായിരുന്നുവെന്ന് UDF നിയമസഭാ കക്ഷി ഉപനേതാവ് കൂടിയായ MK മുനീർ പറഞ്ഞു. നാളത്തെ പെട്രോൾ ഡീസൽ പ്രശ്നമായതുകൊണ്ട് ഒരു വലിയ പൊതുപ്രധാനമുള്ള കാര്യമായതുകൊണ്ട് നാളെ അതുമായി സഹകരിക്കണം എന്ന പാർട്ടി തീരുമാനിച്ചാണ്. കേരളത്തിൽ ഉള്ള സമര രീതികൾ തന്നെ ഒന്ന് മാറണം. ഇനി ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് പ്രളയം കഴിഞ്ഞു നിൽക്കുന്ന ഒരു ജനസമൂഹമാണ്. ന്യൂസ് ഡെസ്ക് News 18. ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിലാണ് ഹർത്താൽ പ്രഖ്യാപിച്ചതെന്നും വ്യക്തിപരമായ അഭിപ്രായം മാറ്റിവെച്ച് VD സതീശൻ പാർട്ടിക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടതെന്നും KPCC പ്രസിഡന്റ് MM ഹസൻ. പ്രളയബാധിത മേഖലകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നും MM ഹസൻ പറഞ്ഞു. ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് നാളെ. CPM-ഉം CPI-യും അടക്കം 21 പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ബന്ദ് ജനജീവിതത്തെ സാരമായി ബാധിച്ചേക്കും. ബന്ദിന്റെ ഭാഗമായി ആക്രമണങ്ങൾ പാടില്ലെന്ന് കോൺഗ്രസ് അഭ്യർത്ഥിച്ചു. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമരത്തോട് യോജിപ്പില്ലെന്ന നിലപാടിലാണ് തൃണമൂൽ കോൺഗ്രസും BSP-യും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വെല്ലുവിളിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ പോലും തയ്യാറായിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ പ്രതിപക്ഷം മഹാസഖ്യത്തിന് നിർബന്ധിതരായെന്നും മോദി പറഞ്ഞു. രാമക്ഷേത്ര നിർമ്മാണം, റഫേൽ ഇടപാട് എന്നിവയിൽ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ BJP മൌനം പാലിച്ചു. 2 ദിവസം നീണ്ടുനിന്ന BJP ദേശീയ നിർവാഹക സമിതി യോഗത്തിന്റെ സമാപന സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചത്. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വെല്ലുവിളികളില്ല. പ്രതിപക്ഷം ഗത്യന്തരമില്ലാതെയാണ് മഹാസഖ്യത്തിന് തയ്യാറായത്. രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ പോലും തയ്യാറല്ല. BJP അധികാരം നിലനിർത്തുമെന്നും മോഡി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. അതേസമയം നിർവാഹക സമിതി യോഗത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ രാമക്ഷേത്ര നിർമ്മാണത്തെപ്പറ്റിയും റാഫേൽ ഇടപാടിനെപ്പറ്റിയും BJP മൌനം പാലിച്ചു. 2022 നവഭാരത പ്രഖ്യാപനവുമായി രാജ്നാഥ് സിംഗാണ് പ്രമേയം അവതരിപ്പിച്ചത്. അധികാരം പിടിക്കാൻ മാത്രം ലക്ഷ്യമിട്ടാണ് മഹാസഖ്യമെന്നും രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു. രാജ്യം വികസനപാതയിലാണെന്ന് അവകാശപ്പെടുന്ന സാമ്പത്തിക പ്രമേയവും യോഗത്തിൽ അവതരിപ്പിച്ചു. വരാനിരിക്കുന്ന 5 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ബൂത്ത് തലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് നേതാക്കൾക്ക് നിർവാഹക സമിതിയിൽ നൽകിയ നിർദ്ദേശം. News 18 ഡൽഹി. PK ശശി MLA-ക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങി CPM. അന്വേഷണം പൂർത്തിയാക്കി കമ്മീഷൻ ഉടൻ റിപ്പോർട്ട് നൽകും. റിപ്പോർട്ട് വരും വരെ പാർട്ടി CITU ചുമതലകളിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും മാറി നിൽക്കാനാണ് നിർദ്ദേശം. PK ശശി MLA-ക്കെതിരെ DYFI പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായ വനിതാ നേതാവിന്റെ പരാതിയിൽ കടുത്ത നടപടിയിലേക്കാണ് CPM നീങ്ങുന്നത്. 2 ദിവസത്തിനുള്ളിൽ അന്വേഷണ കമ്മീഷൻ പരാതിക്കാരിയുടെ മൊഴിയെടുക്കും. 2 ആഴ്ചക്കുള്ളിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടി. അന്വേഷണ കമ്മീഷന്റെ പ്രാഥമിക നിഗമനം അനുസരിച്ച് കടുത്ത നടപടിക്കാണ് സാധ്യത. കമ്മീഷൻ അംഗങ്ങൾ കഴിഞ്ഞ ദിവസം പരാതിക്കാരിയുമായി സംസാരിച്ചിരുന്നു. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പാർട്ടി തലത്തിൽ കടുത്ത നടപടി പ്രതീക്ഷിക്കുന്നതായും പരാതിക്കാരി അറിയിച്ചെന്നും സൂചനയുണ്ട്. പരാതിക്കാരിക്ക് കൂടി ബോധ്യമാക്കുന്ന നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും പാർട്ടി മുന്നിൽ കാണുന്നു. ദേശീയ വനിതാ കമ്മീഷൻ തുടർ നടപടിയിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. നാളെയും പാർട്ടിക്ക് നേരെ ചോദ്യങ്ങൾ ഉയരാത്ത തരത്തിൽ മാതൃകാ നിലപാട് വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പോളിറ്റ് ബ്യൂറോ നിർദ്ദേശവും സമാനമാണ്. R. കിരൺ ബാബു, News 18 തിരുവനന്തപുരം. ADGP-യുടെ മകൾ കോൺസ്റ്റബിളിനെ മർദ്ദിച്ച സംഭവത്തിൽ ആരോപണവുമായി ഗവാസ്കറിന്റെ കുടുംബം. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് ADGP-യുടെ മകളെ രക്ഷിക്കാനാണ്. ക്രൈംബ്രാഞ്ചിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് ഗവാസ്കറിന്റെ ഭാര്യ ആരോപിച്ചു. കേസ് അട്ടിമറിക്കാനാണ് ഇപ്പോഴുള്ള ശ്രമം. പോലീസ് ഉദ്യോഗസ്ഥർ വഴിയും അഭിഭാഷകർ വഴിയും സ്വാധീനിക്കാൻ ശ്രമിച്ചതായും ഇവർ News 18-നോട് പറഞ്ഞു. അപ്പം സമ്മർദ്ദം ഉണ്ടായി, അതിൽ ഞങ്ങൾ വഴങ്ങിയിട്ട. അപ്പോൾ ഇപ്പോൾ അവരുടെ മുൻപിലുള്ളത് റിപ്പോർട്ട് വൈകി സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അതുവഴി ഈസി ആയിട്ട് ബെയിൽ കിട്ടും, അറസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിലോട്ടാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഈ ഒത്തുകളി ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ
ഇതുവരെയുള്ള അന്വേഷണം ഞങ്ങൾക്കൊരു പ്രതീക്ഷ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു അവസാന നിമിഷത്തിൽ ഞങ്ങൾക്കിപ്പം ക്രൈംബ്രാഞ്ചിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾക്കെതിരെ കാര്യം തിരിച്ചു കൊണ്ടുവരുമെന്നുള്ളൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. ഈ രഹസ്യമൊഴി എടുക്കുന്നത് വരെയും സമ്മർദ്ദങ്ങളുണ്ടായി. വാർത്തകൾ തുടരുന്നു. പ്രളയജലം തടയാൻ കേരളത്തിൽ കൂടുതൽ അണക്കെട്ടുകൾ വേണമെന്ന് കേന്ദ്ര ജല കമ്മീഷൻ. അച്ചൻകോവിൽ, പമ്പ, പെരിയാർ നദികളിൽ കൂടുതൽ വലിയ അണക്കെട്ടിനുള്ള സാധ്യത പരിശോധിക്കണമെന്നും കേന്ദ്ര ജല കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നു. അണക്കെട്ടുകളിൽ വെള്ളം നിറയ്ക്കുന്നതിനും തുറന്നുവിടുന്നതിനും നിലവിലുള്ള ചട്ടങ്ങൾ പുനഃപരിശോധിക്കണം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കേരളത്തിലെ പ്രളയത്തിന്റെ കാരണം അണക്കെട്ടുകൾ പെട്ടെന്ന് തുറന്നതല്ല, കനത്ത മഴയാണെന്ന കണ്ടെത്തലുമായാണ് കേന്ദ്ര ജല കമ്മീഷൻ തയ്യാറാക്കിയ 50ഓളം പേജുകളുള്ള റിപ്പോർട്ട്. ഈ വർഷമുണ്ടായതിന് സമാനമായ മഴ ഭാവിയിൽ പെയ്താൽ ഡാമുകൾക്ക് ആശ്വാസം നൽകാനാകില്ലെന്നാണ് കമ്മീഷൻ വിലയിരുത്തൽ. തുടർച്ചയായി ശക്തമായ മഴ ലഭിക്കുമ്പോൾ ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ശുപാർശകൾ ഇവയാണ്. അണക്കെട്ടുകളിൽ വെള്ളം നിറയ്ക്കുന്നതിനും തുറന്നുവിടുന്നതിനും നിലവിലുള്ള ചട്ടങ്ങൾ പുനഃപരിശോധിക്കണം. 57 അണക്കെട്ടുകളുള്ള സംസ്ഥാനത്ത് 200 മില്യൺ ക്യൂബിക് മീറ്ററിൽ കൂടുതൽ സംഭരണശേഷിയുള്ള അണക്കെട്ടുകളിലാണ് ഉടൻ പുനഃപരിശോധന വേണ്ടത്. ഇടുക്കി, ഇടമലയാർ, കക്കി, മുല്ലപ്പെരിയാർ, ചാലിയാർ തുടങ്ങി 7 അണക്കെട്ടുകളാണ് ഈ വിഭാഗത്തിൽ. പ്രളയമുണ്ടാകുമ്പോൾ കൂടുതൽ ജലം സംഭരിക്കാൻ പുതിയ അണക്കെട്ടുകൾക്കുള്ള സാധ്യത സംസ്ഥാന സർക്കാർ പരിശോധിക്കണം. അച്ചൻകോവിൽ, പമ്പ, പെരിയാർ നദികളിലാണ് ഇവയുടെ സാധ്യത പരിശോധിക്കേണ്ടത്. The government of Kerala should also explore the storage possibility in Achenkovil and Pamba and the Periyar rivers, etc. വേമ്പനാട് കായലിന്റെ സംഭരണശേഷി കയ്യേറ്റവും നെൽകൃഷിയും കാരണം ഗണ്യമായി കുറഞ്ഞതും സാഹചര്യം മോശമാക്കിയെന്നാണ് വിലയിരുത്തൽ. ജലകമ്മീഷൻ അധ്യക്ഷന്റെ അംഗീകാരം ലഭിച്ച റിപ്പോർട്ട് തിങ്കളാഴ്ച പ്രസിദ്ധീകരിക്കും. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. കേരളം കടുത്ത വരൾച്ചയിലേക്കെന്ന മുന്നറിയിപ്പ്. പ്രളയത്തിന് ശേഷം പുഴകൾ വരളാൻ കാരണം മൺതിട്ടകൾ ഒഴുകിപ്പോയതും ഭൂഗർഭജലം സംഭരിക്കാനാവാത്തതുമെന്ന് ജലവിഭവ വിനിയോഗ കേന്ദ്രം വിലയിരുത്തി. തുലാമാസത്തിൽ പെയ്യുന്ന മഴ കൂടി സംഭരിക്കാനായില്ലെങ്കിൽ കേരളം കടുത്ത വരൾച്ച നേരിടേണ്ടി വരുമെന്നും വിദഗ്ധർ പറയുന്നു. ഈ മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകി ദേശീയപാതയെ വരെ മുക്കിക്കളഞ്ഞ പൂനൂർ പുഴയുടെ ഇന്നത്തെ സ്ഥിതിയാണിത്. പൂനൂർ പുഴയിൽ മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക നദികളിലും ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞിരിക്കുന്നു. പ്രളയത്തിൽ നിറഞ്ഞൊഴുകിയ ഭാരതപ്പുഴ, പെരിയാർ, കബനി എന്നിവയിലെല്ലാം വൻതോതിലാണ് ജലനിരപ്പ് താഴ്ന്നത്. ആഗസ്റ്റ് 20 വരെ പെയ്ത ശക്തമായ മഴ പെട്ടെന്ന് കുറഞ്ഞതും പുഴകളിലെ മൺതിട്ടകൾ ഒഴുകിപ്പോയതും ഇതിന് കാരണമായെന്ന് CWRDM അനുമാനിക്കുന്നു. ഈ മഴ പെയ്യുമ്പോൾ വെള്ളം ഈ വനമേഖല സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്, ഭൂഗർഭജലമായിട്ട് അത് പരിണമിക്കുന്നു. അത് ഉയർന്ന പ്രദേശത്ത് നിന്ന് അതാണ് പിന്നീട് മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് ഒഴുകി വരാൻ നദികളിൽ സഹായമായിരുന്നത്. അപ്പോൾ അതിൽ ഗണ്യമായ തോതിൽ കുറവ് വന്നു. പിന്നെ നമ്മുടെ തണ്ണീർത്തടങ്ങൾ, നെൽവയലുകൾ, അതിൽ കുറവ് വന്നു. തുലാമാസത്തിലെ മഴ വേണ്ടവിധം സംഭരിക്കാനായില്ലെങ്കിൽ വലിയ വരൾച്ചയെ നേരിടേണ്ടി വരും. നമ്മൾ തുലാവർഷത്തിലുണ്ടാവുന്ന കുറവും അതുപോലെ വേനൽ മഴയിലുണ്ടാവുന്ന കുറവും വരുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരൾച്ച അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തുലാവർഷം വേണ്ട രീതിയിൽ കൺസർവ് ചെയ്യപ്പെടാനുള്ള മാർഗങ്ങൾ ഇപ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്യണം. പുഴകളുടെ തീരത്ത് താമസിക്കുന്നവർക്കും ഇതേ ആശങ്കയുണ്ട്. ഒരു ആശങ്ക ഇതിലുണ്ട്, ഇനി കടുത്ത വരൾച്ച വരാൻ സാധ്യത എന്ന് ഈ ഒരു സാഹചര്യം കണ്ടെടുത്തു. ജലനിരപ്പ് ക്രമാതീതമായി കുറയുന്ന പ്രതിഭാസത്തെക്കുറിച്ച് കൂടുതൽ പഠനം നടത്താൻ സർക്കാർ CWRDMനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്യാമറാമാൻ ഷാഫിക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, കോഴിക്കോട്.